അങ്ങനെ സുരക്ഷിതമായി നിങ്ങൾ കരയിലെത്തിയാൽ കര തന്നെ ആഴ്ത്തിക്കളയുമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് സുരക്ഷിത? കര നിങ്ങളുടെ ഒരു സുരക്ഷിതമായ താവളമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പിന്നെ ഷാനസ് ഭായ്, ഈ സൂറത്തുൽ ഇസ്രായിൽ വളരെ സിമ്പിളായിട്ട് മനുഷ്യൻ്റെ ദൗർബല്യത്തെ, അള്ളാഹുവിനോട് തേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പല ഭാഗങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിലൊന്ന് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു ഭാഗമെന്ന് പറയുന്നത്, കടലിലൂടെ മനുഷ്യങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ആപത്ത് വരികയാണെങ്കിൽ അവന് മറ്റ് ശക്തികളൊക്കെ മനസ്സിലേക്ക് വരുന്നേ ഇല്ല. അവിടെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം എന്ന് പറയുന്നത് എല്ലാവരും ബാക്കി ഏതൊക്കെ ശക്തികളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നോ കരയിൽ നിന്ന് കപ്പൽ കയറുമ്പോ, ആ ധാരണകൾ മനസ്സിലേക്ക് വരുന്നേ ഇല്ല, ആ ശക്തികളൊന്നും മനസ്സിലേക്ക് വരുന്നേ ഇല്ല. ഒരു ഏകനായ ഒരു ശക്തിയെ കുറിച്ചുള്ള ധാരണ മാത്രമേ വരുന്നുള്ളൂ. അവനോട് തേടണമെന്ന് മാത്രമേ മനസ്സ് അവനോട് മന്ത്രിക്കുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു പ്രയോഗം അള്ളാഹു അവിടെ നടത്തുന്നുണ്ട്. എല്ലാവർക്കും വളരെ കൃത്യമായി വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അതെനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു ഭാഗമാണ്. പിന്നെ അതില് ഇബ്നു കസീർ അതിനൊക്കെ പിന്നെ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇക്രിമ മക്കം ഫത്തിന്റെ സന്ദർഭത്തിൽ ഇക്രിമ ഹബ്ഷയിലേക്ക് പോകുന്നുണ്ട് കപ്പൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ വലിയ ഒരു കടലിൽ വെച്ചിട്ട് പിന്നെ കാറ്റ് വരുന്നു, അതിൽ കപ്പൽ ആടി ഉലയുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കല്ലാതെ വേറെ രക്ഷയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയാം. അതെ. അപ്പോ അവരുടെ മനസ്സിൽ വരുന്നത് ഒരൊറ്റ ശക്തിയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അവർ രക്ഷപ്പെടുന്നു. ഏതൊരു പ്രവാചകനിൽ നിന്നാണോ ഇക്രിമയും കൂട്ടരും ഓടി രക്ഷപ്പെട്ടത്, അതേ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു രംഗം തീർച്ചയായും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആന്റെ പിന്നെ വളരെ ശരിയാണ് നബിൽ പറഞ്ഞത്. ഇത് ഖുർആന്റെ ഏറ്റവും വലിയൊരു സവിശേഷത പിന്നെ ചിത്രീകരിച്ച് കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊരു നാടകം കാണുന്നത് പോലെ നമ്മുടെ മനസ്സിന് കണ്ണിനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ കഴിയും. അതേമാതിരി ലളിതവുമായിട്ട് കാര്യങ്ങൾ പറയും. അതിലൊന്നാണ് ഈ കപ്പലിന്റെ ഉദാഹരണം. ഖുർആനിലൊരു 3-4 തവണ അത് ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്തുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്നില്ല എന്നതിന്റെ കാരണമായിട്ട് പറയുന്നത് പ്രതിസന്ധിയിലും പിന്നെ സുരക്ഷിതത്വത്തിലും മനുഷ്യൻ രണ്ടായിട്ടാണ് പെരുമാറുന്നത്. പ്രതിസന്ധിയിലാണ് പിന്നെ താനൊന്നുമല്ല എന്ന് തിരിച്ചറിയുന്നത്. എല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ നിൽക്കൂല, അത് വളരെ കൃത്യമാണ്. പക്ഷെ ഈ സൂറ ഇസ്രായേലിലെ ഒരു പ്രത്യേകത, ഈ കടലാണ് ജീവിതം. അവിടെ കടലില് പിന്നെ വല്ലാതെ അതിന്റെ പ്രക്ഷുബ്ധാവസ്ഥയില് ദൈവത്തെ ഓർക്കുന്നു. സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ ദൈവത്തെ ഓർക്കാണ്. എന്നിട്ട് അത് ആ സുരക്ഷിതത്വം വരുമ്പോൾ മറന്നു പോകുന്നു എന്നാണ് മറ്റായത്തുകളിൽ. ഇവിടെ പ്രത്യേകത, അങ്ങനെ സുരക്ഷിതമായി നിങ്ങൾ കരയിലെത്തിയാൽ കര തന്നെ ആഴ്ത്തിക്കളയുമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് സുരക്ഷിത? കര നിങ്ങളുടെ ഒരു സുരക്ഷിതമായ താവളമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പിന്നെയും നിർത്തുന്നില്ല, അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുകളിൽ ഒരു ചരൽ മഴ ഞാൻ വീഴ്ത്തിയാൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും സുരക്ഷിതത്തില്ല. അതിലും നിർത്താതെ അള്ളാഹു പറയുന്നു, വീണ്ടും നിങ്ങളെ കടലിലേക്ക് മറ്റൊരു അവസരത്തിൽ കൊണ്ടുപോയിട്ട് കൊണ്ടെത്തിക്കാൻ കഴിയുന്നവനാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതവസരത്തിലും ദൈവത്തിന്റെ സുരക്ഷിതത്വം, അവൻ മാത്രമാണ് വക്കീൽ എന്നുള്ള, അവനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സേഫ് സോണിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ മറ്റതൊക്കെ മിഥ്യയാണ്. നമ്മുടെ ബാങ്ക് ബാലൻസും മറ്റതൊക്കെ മിഥ്യയാണ്. അപ്പൊ അത് ഖുർആന്റെ വലിയൊരു സൗന്ദര്യമാണ്. വളരെ ലളിതമായി കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അത് പറയുന്നു. തീർച്ചയായും അങ്ങനെ ലളിതമായിട്ട് കാര്യങ്ങൾ ഏതാളുകൾക്കും മനസ്സ് തുറന്നു വെച്ച ഏതാളുകൾക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ലളിതമായി ഖുർആന്റെ അവതരണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. സൂറത്തുൽ ഇസ്രായേൽ പലപ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായും. ഇൻഷാ അല്ലാഹ്.